ലോർഡ്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് നിക്സൺ റിബേറോ. ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു. ഞാൻ ഖത്തറിൽ ജോലി ചെയ്യുന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് 4, 2023 അതിന് മുന്നേ എൻ്റെ ലൈഫിൽ, പ്രത്യേകിച്ച് എൻ്റെ ജോലി സ്ഥലം, ഞാൻ ഖത്തറിൽ ജോലി ചെയ്യുന്നതാണ്. ഞാനൊരു ബ്രാഞ്ച് മാനേജറായിട്ടാണ് ജോലി ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ. കുറേ നാളുകളായിട്ട് ഒരുപാട് സ്ട്രഗിൾസ് ഞങ്ങളുടെ ജോലി സ്ഥലത്തുണ്ട്. അതിനെ തുടർന്ന് സാലറി തന്നെ ഹാഫ് സാലറിയാണ്. ഒരുപാട് വിഷമതകളുണ്ടായിരുന്നു ജോലിയിൽ. ഒരാളെ കാണാനോ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യാനോ ഒന്നും സാധ്യമല്ലായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് എൻ്റെ സിസ്റ്റർ-ഇൻ-ലോ ആണ് ഉടമ്പടിയുടെ കാര്യം പറഞ്ഞത്. ഇതിന് മുന്നേ കൃപാസനത്തിൽ 2019 കൃപാസനത്തിൽ വന്നിട്ടുണ്ട്. അന്ന് ഉടമ്പടിയുടെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി. പക്ഷേ 2023 എൻ്റെ സിസ്റ്റർ-ഇൻ-ലോ പറഞ്ഞ് അവിടെ പോയാൽ ഉടമ്പടി എടുക്കണം. അങ്ങനെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു ഇവിടുത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അതേപോലെ തന്നെ ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ വാങ്ങി, അതും കിട്ടി. പിന്നെ പത്രം കൊണ്ടുപോയി. ഇതെല്ലാം എടുത്തതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ 5:30 മണിക്ക്, അതായത് ഞങ്ങൾ ഖത്തറിലായതുകൊണ്ട് ഖത്തറിൽ ടൈം 5:30 മണിക്ക് കൃത്യമായിട്ട് ഞാൻ ആദ്യമൊക്കെ അലാറം വെക്കുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുന്നതിന് മുന്നേ ഞാൻ മാതാവിനോട് പറയും, മാതാവേ ഇന്ന് രാവിലെ തന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി എന്നെ എണീപ്പിക്കണേന്ന്. വളരെ നേരത്തെ തന്നെ ഒരു 5:15 ആകുമ്പോൾ തന്നെ മാതാവ് അലാറം അടിക്കണതിന് മുന്നേ എന്നെ എണീപ്പിക്കും. ഞാൻ ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുപോയതിന് ശേഷം ഉടമ്പടി പത്രം എവിടെ കൊടുക്കും? കാരണം ഖത്തറിലായതുകൊണ്ട് നമുക്ക് വളരെയധികം ലിമിറ്റേഷൻസ് ഉണ്ട്. അങ്ങനെയൊന്നും നമ്മൾക്ക് ഒരാളെ അപ്രോച്ച് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റില്ല. അവിടെ വളരെയധികം പ്രോബ്ലംസൊക്കെ ഉണ്ടാകും. ഇപ്പോൾ പള്ളിയിൽ കൊണ്ടുപോയി വിതരണം ചെയ്യണം. പക്ഷേ എവിടെ കൊണ്ടുപോയി വെക്കും, അല്ലെങ്കിൽ കൊണ്ടുപോയി വെക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഞാൻ ഡയറക്റ്റായിട്ട് ഇൻ പേഴ്സൺ കൊടുക്കണം എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇപ്പം അവിടെ കുർബാനയുടെ ഇടയിൽ ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ച്, എവിടെ ഞാൻ ഈ പത്രം കൊടുക്കും, എവിടെ നിന്ന് കൊടുക്കും? അങ്ങനെ മാതാവ് കുർബാന തീരണതിന് മുന്നേ ആയിട്ട് എനിക്കൊരു അടയാളം കാണിച്ചു തന്നു. അവിടെ ഒരു മാതാവിൻ്റെ ഗ്രോട്ടോ ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിച്ച് മാതാവിൻ്റെ ഗ്രോട്ടോയിൻ്റെ മുമ്പിൽ നിന്ന് അത് കൊടുക്കാം. കാരണം ഒരുപാട് ആളുകൾ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ അവിടെ ചെന്ന് മാതാവിൻ്റെ ഗ്രോട്ടോൻ്റെ മുന്നിൽ നിന്ന് അവിടെ കൊടുക്കാനായിട്ട് സാധിച്ചു. മലയാളികളുണ്ടായിരുന്നു. ചില മലയാളികൾ വാങ്ങിയില്ല. കൂടുതലും ഫിലിപ്പിനോസും ആഫ്രിക്കൻസൊക്കെയാണ് അത് കൂടുതലും വാങ്ങിയത്. അത് ചില ആളുകൾ പത്രം വാങ്ങാനായിട്ട് ബുദ്ധിമുട്ട് കാണിച്ചപ്പോഴത്തേക്കും ഞാൻ വൈഫിനോട് പറഞ്ഞ്, ഈ പത്രം ആരും വാങ്ങുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞ്, അതവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. അപ്പോൾ യു ജസ്റ്റ് ടെൽ ദം ദാറ്റ് ഇറ്റ് ഈസ് എ ക്രിസ്ത്യൻ ജേണൽ. അങ്ങനെ പറഞ്ഞ് ആ പത്രം കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അങ്ങനെ മാതാവ് അങ്ങനെ ഒരു അനുഗ്രഹം എനിക്കവിടെ തന്നു. അതുപോലെ തന്നെ ഈ നേർച്ച വസ്തുക്കൾ, ഞാൻ ഓഫീസിൽ കൊണ്ടുപോയി എൻ്റെ ടേബിളിൽ വെച്ചു. ഞാൻ ഐ ബിലീവ് വിശ്വാസപ്രമാണം ഞാൻ ചൊല്ലി, വിശ്വാസപൂർവ്വം ഞാൻ അവിടെ ഇരുന്ന്. എനിക്ക് ഒരുപാട് എൻക്വയറീസ് വരാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി, ഇത് മാതാവിൻ്റെ ഒരു പ്രത്യേക ജോബാണ്. എൻ്റെ ജോലി വളരെ ഈസി ആക്കി തരാനായിട്ട് മാതാവ് തുടങ്ങിയിരിക്കുന്നു. ഒരു 8 മാസം 9 മാസത്തോളം വളരെ ഡ്രൈ ലൈഫായിരുന്നു. ഞാൻ അവിടെ നിന്ന് എപ്പോഴും ഞാൻ വൈഫിനോട് പറഞ്ഞു, നമുക്ക് ഇവിടെ ഇങ്ങനെ ഡ്രൈ ലൈഫിൽ നമ്മൾ ഈ നാട്ടിൽ നിന്ന് നമ്മൾ പോയത് നമുക്കൊരു നല്ലൊരു ലൈഫിന് വേണ്ടി, നല്ലൊരു പിള്ളേർക്ക് എഡ്യൂക്കേഷനൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പം അത് നമുക്ക് സാധ്യമല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് പോകണം. അങ്ങനെ
എൻ്റെ ഉടമ്പടിയിലെ ഒരു പെറ്റീഷൻ തന്നെ അല്ലെങ്കിൽ ഒരു പ്രെയർ റിക്വസ്റ്റ്, ടേക്ക് മീ ടു എ ലാൻഡ് വേർ ഐ വിൽ ഗെറ്റ് മിൽക്ക് ആൻഡ് ഹണി എന്നുള്ളതായിരുന്നു. അത് ഈ രണ്ട് കാര്യങ്ങളും എൻ്റെ ലൈഫിൽ ഇപ്പോൾ വളരെയധികം കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നു. ജോലിയിൽ വളരെയധികം ഓർഡറെല്ലാം വരാൻ തുടങ്ങി. ബാക്ക്ലോഗ് സാലറി, പാർഷ്യലായിട്ടുള്ള സാലറി കിട്ടിത്തുടങ്ങി. അതുപോലെ തന്നെ US വിസ ഞങ്ങൾക്കൊരു 16 വർഷമായിട്ട് ബ്ലോക്കായി കിടക്കിട്ടിരുന്നു. അതും ഈ കഴിഞ്ഞ മാർച്ച് 19 സ്റ്റാമ്പ് ചെയ്തു. ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഓഫീസിൽ പോയി. ഉടമ്പടി നേർച്ച വസ്തുക്കളായിട്ട് ഞാൻ ഓഫീസിൽ പോയി. ഞാൻ പറഞ്ഞല്ലോ ഉപ്പ് ഞാൻ കൊണ്ടുപോയി. ഞാൻ ഉപ്പ് എൻ്റെ ബാഗിൽ ഉപ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീറ്റിംഗ് കയറുന്നതിന് മുന്നേ ഞാൻ എൻ്റെ പേഴ്സിൻ്റെ അകത്ത് ഞാൻ എപ്പോഴും മാതാവിൻ്റെ കാശുരൂപം വെച്ചിട്ടുണ്ടാകും. ഓഫീസ് മീറ്റിംഗ് കയറുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ ഞാൻ ഈ കാശുരൂപം വെച്ചിട്ട് ഞാൻ പറയും, മാതാവാണ് ഈ മീറ്റിംഗ് നടത്തേണ്ടത്. അങ്ങനെ മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യുമ്പോഴും അതിനെ തുടർന്നിട്ടുള്ള പ്രൊസീഡിങ്സ് എല്ലാം വളരെ എളുപ്പമായിട്ട് തന്നെ നടക്കുന്നതാണ്. അതുപോലെ തന്നെ തേനും ബ്ലെസ്സഡ് ഓയിലും ഞാൻ എപ്പോഴും വീട്ടിൽ നിന്ന് പോരുന്നതിന് മുന്നേ തന്നെ ഞാനത് യൂസ് ചെയ്യും. ഞാൻ ഒരു സീക്വൻസിലാണ് കാര്യം പറയാൻ പോകുന്നത്. ഇപ്പം ഹസ്ബൻഡ് പറഞ്ഞു ഓഗസ്റ്റ് 2023 ഞങ്ങൾ ഉടമ്പടി എടുത്തു. ഞങ്ങൾ ഉടമ്പടി എടുക്കുന്ന സമയത്ത് വി വെ ത്രൂ എ ലോട്ട് ഓഫ് സ്ട്രഗിൾസ്. പുള്ളി പറഞ്ഞ മാതിരി ഹാഫ് സാലറി ആൻഡ് എ ലോട്ട് ഓഫ് ഇഷ്യൂസ്. ഓഗസ്റ്റ് 2023 ഞങ്ങൾ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. വി വെൻ ബാക്ക് ടു ഖത്തർ ആൻഡ് വി സ്റ്റാർട്ടഡ് പ്രേയിങ് ഫെർവെൻ്റ്ലി. ഞങ്ങൾ ആ പ്രെയർ പാറ്റേൺ ശരിക്കും ഞങ്ങൾ ഫോളോ ചെയ്തു. രാവിലത്തെ പ്രെയർ, വൈകുന്നേരത്തെ പ്രെയർ, റീഡിങ് ദ ബൈബിൾ, അറ്റൻഡിങ് ദ റിട്രീറ്റ്സ്. ആസ് എ മിറക്കിൾ ഓഗസ്റ്റിൽ ഞങ്ങൾ ഉടമ്പടിയെടുത്തു. ആൻഡ് അത് കഴിഞ്ഞിട്ട് നത്തിങ് മച്ച് ചേഞ്ച്ഡ്. പക്ഷേ ഇൻ ഡിസംബർ ഒരു 28 ഒക്കെ ആയപ്പോഴത്തേക്കും പുള്ളി എന്നോട് വന്ന് പറഞ്ഞു, ഐ ഗോട്ട് എ ബിഗ് ഓർഡർ. ആ വലിയ ഓർഡറിൽ പുള്ളിയുടെ ഒരു 3-4 മാസത്തെ ബാക്ക്ലോഗ് സാലറി വന്നു. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ചേഞ്ച് ഇൻ ദ ലൈഫ്. പിന്നെ വി കണ്ടിന്യൂ ടു പ്രേ. വി വെൻറ്റ് ഓൺ പ്രേയിങ്. ഇൻ ജൂൺ ഐ ഹാഡ് ഗോൺ ടു US ടു സീ മൈ ബ്രദർ. പുള്ളിക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി. ആ US പോകുമ്പം എന്നോട് പുള്ളി പറയുന്നുണ്ട്, ഡോണ്ട് ബ്രേക്ക് ദ പ്രെയർ, യു ഹാവ് ടു പ്രേ, യു ഹാവ് ടു കണ്ടിന്യൂ പ്രേയിങ്. ഞാൻ ഇതെൻ്റെ മനസ്സിലുണ്ട്. ഇൻ സ്പൈറ്റ് ഓഫ് ദ ജെറ്റ് ലാഗ് ആൻഡ് ദ ടൈം ലാഗ് ആൻഡ് ഓൾ ദാറ്റ് ഐ കണ്ടിന്യൂഡ്. ഞാനത് മുടക്കിയില്ല. ഞാൻ US പോയപ്പോഴത്തേക്കും എൻ്റെ സിസ്റ്ററിനോട് പറഞ്ഞു, യു ഹാവ് ടു പ്രേ ലൈക്ക് ദിസ്. സഞ്ചാരി മാതാവിൻ്റെ മിറക്കിൾസ് ഞാൻ പറയാൻ തുടങ്ങി. ഞങ്ങളുടെ വീട്ടിൽ ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ടിൽ ഡേറ്റ് രാവിലെ ഞാൻ കേൾക്കുന്നത് വേറെ ഒന്നുമല്ല. മൈ ഹസ്ബൻഡ് വേക്സ് അപ്പ് ബിഫോർ മീ. പുള്ളി എണീറ്റ് കഴിഞ്ഞിട്ട് ഇവിടുത്തെ sermon, ഇവിടുത്തെ സാക്ഷ്യങ്ങളാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിനോടും ഒക്കെ പറയുന്നത്, മൈ ഹൗസ് എക്കോസ് വിത്ത് ദ ബ്ലെസ്സിങ്സ് ഫ്രം കൃപാസനം, ബിക്കോസ് ദാറ്റ്സ് വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും മാറ്റങ്ങളായിരുന്നു. ഞാൻ US നിന്ന് തിരിച്ചു വന്നു. എൻ്റെ ബ്രദർ കീമോതെറാപ്പിക്ക് പോകാൻ ഒരുങ്ങുന്നു. ആൻഡ് ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഹീസ് എ ക്യാൻസർ സർവൈവർ. From 4th stage cancer, he revived and again he came back and there was a relapse, that too in his lungs. ആ സമയത്ത് ഞാൻ സഞ്ചാരി മാതാവേ കാത്തുകൊള്ളണമേ എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. എന്നോട് പുള്ളിയും പറയും, ബിലീവ്, സഞ്ചാരി മാതാവ് കാത്തുകൊള്ളും. He went to get his treatment in order. സഞ്ചാരി മാതാവിൻ്റെ മിറക്കിൾ. US ഇത് ട്രീറ്റ്മെൻറ്റിന് വാട്ട് ഈസ് ദ കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പോയപ്പോഴത്തേക്കും അവർ പറയുന്നത് ദ ക്യാൻസർ shrunk. There is no treatment now. For the next 6 months you are free of treatment. അത് കേട്ടതും എൻ്റെ ബ്രദർ ഓടിപ്പോയി അവിടെ നിന്ന്. He didn't want to go through chemo again. അത് കഴിഞ്ഞിട്ട് after 6 months again he had to go back. And when he went back, they said, probably in another 2 months you might have to start treatment.
ഹി വെൻ ബാക്ക് അഗൈൻ. ആ സമയത്തൊക്കെ ഞങ്ങൾ സഞ്ചാരി മാതാവെ കാത്തുകൊള്ളണമേ, ഈശോയെ കാത്തുകൊള്ളണമേ, സെൻഡ് ദ ഫയർ ത്രൂ മൈ ബ്രദർ, ലെറ്റ് ഹിസ് ക്യാൻസർ സെൽസ് ബേൺ എന്നായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. ഒരു ദിവസം ഫ്രൈഡേ മാസ് കഴിഞ്ഞിട്ട് എനിക്കറിയാം എൻ്റെ ബ്രദർ പോയിരിക്കുന്നത് ട്രീറ്റ്മെൻറ്റിനാണെന്നും, ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്നും. ഞങ്ങൾ കാറിലിരിക്കുമ്പം എൻ്റെ സിസ്റ്റർ ഇൻ ലോ വിളിക്കുന്നു. എനിക്ക് പേടിയാണ് ഫോൺ എടുക്കാനായിട്ട്. വാട്ട് ഈസ് ഷീ ഗോയിങ് ടു സേ? ഐ കട്ട് ദ ഫോൺ ബിക്കോസ് വി വർ പ്രേയിങ്. ഞങ്ങൾ കാറിൽ ഇപ്പം ആ ടൈമിന് നമ്മൾ പ്രാർത്ഥിക്കണമല്ലോ. അപ്പോൾ കാറിലിരുന്ന് ഞങ്ങൾ ഈവനിങ് പ്രെയർ ചൊല്ലിക്കൊണ്ടിരിക്കുക. ആദ്യത്തെ ഫോൺ വന്നപ്പോൾ ഞാൻ കട്ട് ചെയ്തു. രണ്ടാമത്തെ ഫോൺ വന്നപ്പോൾ മൈ ഹാർട്ട് സാങ്ക്. ഐ ഡിഡ്ന്റ് നോ വാട്ട് ടു ഡു. പക്ഷേ ഞാൻ ഫോൺ എടുത്തു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ടാനിയ വാട്ട് ഹാപ്പൻ? വാട്ട് ഷീ സെഡ് ഇസ്, ക്യാൻസർ ഇല്ല അനീറ്റ, ലങ്സിൽ ക്യാൻസർ ഇല്ല. ആ പെറ്റ് സ്കാനിൻ്റെ പടം എനിക്ക് അയച്ചു തന്നു. പ്രീവിയസ് ഇറ്റ് വാസ് റെഡ്, പിങ്ക്. ഈ പുതിയത് ഇറ്റ്സ് നോട്ട് ദെയർ. So and I told Tanya, we have to bring Alfie to Kripasanam. The next time he comes here, we will bring him to Kripasanam, because this is the wonder, this is the miracle that we have experienced. ഞാൻ കേട്ടിട്ടുണ്ട് ക്യാൻസർ മാറിപ്പോകുന്നത്, പക്ഷേ ഇത് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ്. ആ ക്യാൻസർ ഇല്ല, ആ ലങ്സിൽ കണ്ട ക്യാൻസർ ഇല്ല. ഡോക്ടർ പറഞ്ഞു വി ഡോണ്ട് നോ, ലെറ്റ്സ് സീ. പക്ഷേ ഞാൻ ടാനിയോടൊക്കെ പറഞ്ഞു, വി നോ ഇറ്റ്സ് അവർ ലോഡ്, ഇറ്റ് ഈസ് ജസ്റ്റ് ഹിസ് പവർ, ദാറ്റ് ഈസ് വൈ ഹി ഡസൻറ്റ് ഹാവ് ദാറ്റ് ക്യാൻസർ ഇൻ ഹിസ് ലങ്സ് എനി മോർ. സോ അത് വലിയൊരു മിറക്കിളാണ്. ഇത് ഞാൻ പറയാത്ത ആൾക്കാരില്ല. ഞങ്ങൾ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്. ഖത്തറിൽ ഐ എം വർക്കിംഗ് ഇൻ എൻ ഇൻ്റർനാഷണൽ സ്കൂൾ വിത്ത് എ ലോട്ട് ഓഫ് അതർ ടീച്ചേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് നാഷണാലിറ്റീസ്. ഐ ഡോണ്ട് കീപ് ക്വയറ്റ്. I have told everyone, this is the power of our Lord. We believe in the living Lord. And ഞാൻ എല്ലാവരോടും പറയും, ഞങ്ങൾ സഞ്ചാരി മാതാവിൻ്റെ അടുത്താണ് ഞങ്ങൾ പോയിരിക്കുന്നത്, കൃപാസനത്തിലാണ് പോയിരിക്കുന്നത്. And I have not kept it to myself. We have tried our level best, both my husband and myself. We have tried our level best to spread the word of the Lord. Let everyone come here. Let everyone take the blessings from here. Let everyone change their lives. ഇതൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ടുള്ള മാറ്റങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. പിന്നെ ഞങ്ങൾ ആ റിട്രീറ്റ് എല്ലാം ഞങ്ങൾ കൂടും. ഞങ്ങളെല്ലാം രാവിലെ ഖത്തറിൽ ഫ്രൈഡേ സാറ്റർഡേ ആണ് അവധി. ഫ്രൈഡേ ഐ സ്ലീപ്പ് ഇൻ എ ലിറ്റിൽ മോർ. പക്ഷേ പുള്ളി നേരത്തെ എണീറ്റ് അച്ഛൻ്റെ പ്രസംഗങ്ങളാണ് ഞങ്ങൾ കേൾക്കുന്നത്. സോ അതിൻ്റെ അനുഗ്രഹങ്ങളാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. അത് ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേരോടും എല്ലാവരോടും ഞങ്ങൾ ഷെയർ ചെയ്യും. ഞങ്ങളുടെ മോളുടെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. ദാറ്റ് വാസ് ഓൾസോ എ മിറക്കിൾ. അതും ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ പോലും അറിയാതെ സഞ്ചാരി മാതാവ് അത് നടത്തി തന്നു. പിന്നെ ഞങ്ങളുടെ ഈ ഗ്രീൻ കാർഡ് ഫോർ ദ പാസ്റ്റ് 17 years വി ഹവ് ബീൻ വെയിറ്റിംഗ്. കൊറോണയ്ക്ക് മുമ്പേ പേപ്പർ വന്നു, പക്ഷേ ഇറ്റ് ഗോട്ട് സ്റ്റോൾഡ്. അത്ഭുതം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഞങ്ങൾ സാറ്റർഡേ ഖത്തറിൽ നിന്ന് പുറപ്പെടുവാണ്. സാറ്റർഡേ വൈകുന്നേരം, സാറ്റർഡേ രാവിലെ വി ആർ ലിസണിങ് ടു ദ റിട്രീറ്റ് ഫ്രം ഹിയർ. ആൻഡ് അച്ഛൻ്റെ ക്ലോസിങ് പ്രെയറിൽ അച്ഛൻ പറയുന്നു, ഗ്രീൻ കാർഡിന് വേണ്ടിയുള്ള ആൾക്കാർക്ക് ഹീസ് പ്രേയിങ്. ഇറ്റ് ഷോക്ക്ഡ് us because that was our fervent desire. അച്ഛൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഐ വാസ് ഷുവർ ഗ്രീൻ കാർഡ് കിട്ടും, എന്തായാലും ഗ്രീൻ കാർഡ് കിട്ടും. ആൻഡ് ഇതും ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞു. ഞങ്ങളുടെ ഈ കവനൻ്റ് എടുത്തതും ഞങ്ങളുടെ ഈ ജേർണി ആൻഡ് എവറിത്തിങ്. ഞാൻ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ US നിന്ന് തിരിച്ച് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഇതുവരെ പത്രം കൊടുത്തില്ലായിരുന്നു. ഓഗസ്റ്റിൽ ഞങ്ങൾ പത്രം മേടിച്ചു, പക്ഷേ ആർക്കും കൊടുത്തിട്ടില്ല ബിക്കോസ് ഓഫ് ദ റെസ്ട്രിക്ഷൻസ് ഇൻ ഖത്തർ. പക്ഷേ ജൂലൈയിൽ ഐ റിട്ടേൺ ഫ്രം US. ആൻഡ് പള്ളിയിൽ പോയപ്പോഴത്തേക്കും അന്നായിരുന്നു ആദ്യത്തെ ഒരു പോസിറ്റീവ് ന്യൂസ് കേട്ടത്. പള്ളിയിൽ പോയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, മാതാവേ, I will give one letter, I will give out one leaflet, and with that leaflet I'm sure my brother is going to be healed. അത് തന്നെ സംഭവിച്ചു. I keep telling everyone, you have to spread the word of the Lord. ആ പത്രത്തിൻ്റെ മഹത്വം അതാണ്. ആ പത്രം എത്തുന്ന സ്ഥലത്ത്, ആ പത്രം റിസീവ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ബ്ലെസ്സിങ് വരും. because we are taking them one step closer to the Lord.
അങ്ങനെ പല പല അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ആ ചേഞ്ച് ഇൻ ലൈഫ് സ്റ്റൈൽ, ആ ലൈഫ് സ്റ്റൈൽ ഇറ്റ് ഡി നോട്ട് ബിക്കം ഗ്ലാമറസ് ബട്ട് ഇറ്റ് ബിക്കം മോർ സ്പിരിച്വൽ. ഇപ്പം ഞങ്ങൾ ഈ ഉടമ്പടിയിൽ ഇരിക്കുമ്പം പുള്ളി പറയും, അനീറ്റ ദേഷ്യപ്പെടരുത്, ഉടമ്പടിയിൽ ഇരിക്കുന്ന ആൾക്കാരൊന്നും ദേഷ്യപ്പെടാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല, ലീവ് ഇറ്റ്, ലെറ്റ് us just pray for it. അത് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേരോടും പറഞ്ഞു കൊടുക്കും. ഞാൻ സ്കൂളിലേക്ക് വരുന്ന ഒരു ടാക്സിയിലാണ്. ആ ടാക്സി ഓടിക്കുന്ന ഒരു മുസ്ലിം സഹോദരനാണ്. ആ പുള്ളിയോട് ഞാൻ പറയും ഈ സഞ്ചാരി മാതാവിൻ്റെ കാര്യങ്ങൾ. സോ വേർ എവർ പോസിബിൾ ഐ ഹാവ് ട്രൈഡ് ടു സ്പ്രെഡ് ദ വേർഡ് ഓഫ് ദ ലോഡ്. പിന്നെ കാരുണ്യ പ്രവൃത്തി അവിടെ ആയത് കാരണം അധികം ചെയ്യാൻ പറ്റത്തില്ല, ബട്ട് ഹൂ എവർ ഐ ഹാവ് ഹേർഡ് ഓഫ് ഐ ഹാവ് ഓൾവേസ് ട്രൈ ടു ഹെൽപ്പ്. ഇൻ ഷോർട്ട്, ദ ബ്ലെസ്സിങ്സ് വി ഹാവ് റിസീവ്ഡ് ഫ്രം ഹിയർ ഈസ് ട്രെമെൻഡസ്. ഞങ്ങൾക്ക് our fervent desire is to bring more and more people here. ഞങ്ങളുടെ കുടുംബക്കാരാണെങ്കിലും എല്ലാവരും ഇവിടെ വന്ന് ആ അനുഗ്രഹങ്ങൾ അനുഭവിച്ചറിയണം. എന്നാലേ എല്ലാവർക്കും എല്ലാം മനസ്സിലാകത്തുള്ളൂ. താങ്ക് യു.